ഹേ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു തോരൻ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. കീരത്തോരൻ സ്പെഷ്യൽ റെസിപ്പി കണ്ടാലോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ജാറിനകത്തോട്ട് ആവശ്യത്തിന് തേങ്ങയും ജീരകപ്പൊടിയാണ് ഞാൻ എടുത്തത്. ജീരകമായിരുന്നാലും സാരമില്ല, മഞ്ഞൾപ്പൊടിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. അതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയോ കുഞ്ഞുള്ളിയോ ഇട്ട് വഴറ്റി, പിന്നെ അത് വഴണ്ട് വരുമ്പോൾ കീര അതായത് ഞാൻ റെഡ് ചീരയാണ് എടുത്തേക്കുന്നത്, ചുവന്ന ചീര, അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് മുട്ട പൊട്ടിച്ചൊഴിച്ച്, ഒന്നുകിൽ ചിക്കി പൊട്ടിച്ചൊഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ടും പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ ഇല്ലേ, അതിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അടിപൊളി ഒരു ചീരത്തോരൻ റെഡിയായി. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ.